ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ബോണ്ടയുടേതാണ്. ഉരുളക്കിഴങ്ങ് വെച്ചുകൊണ്ടുള്ള ഒരു സ്പൈസി ബോണ്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എളുപ്പത്തിലുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. FB പേജിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 8 ഉരുളക്കിഴങ്ങാണ് കേട്ടോ വലുതെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ടൊരു പകുതി ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കടുകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 2 സവോള കനം കുറച്ച് ഇതുപോലെ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് എരിവിന് ആവശ്യമായി 4 പച്ചമുളക് കട്ട് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് കറിവേപ്പില കട്ട് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ആക്കുമ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇതാ ഈ ഉരുളക്കിഴങ്ങ് 2 ഉരുളക്കിഴങ്ങ് അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. 8 ഉരുളക്കിഴങ്ങ് ബാക്കിയാണ് ഉടച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഈ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലവണ്ണം കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ്. അപ്പോൾ 8 എണ്ണത്തിൽ 2 എണ്ണം ഞാൻ മാറ്റിയിട്ടുണ്ട്. ബാക്കി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തെടുത്തപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഇത് ചൂടാറുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു കപ്പ് കടലമാവും 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പത്തിരിപ്പൊടി ഉണ്ടല്ലോ ആ പൊടി. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുത്താൽ മതി. ബോണ്ട ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ലൂസിൽ മതി കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് മിക്സാക്കുമ്പോൾ ലൂസ് കൂടി പോവുകയാണെങ്കിൽ അല്പം കൂടെ കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മിക്സാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ബോൾസാക്കി എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതോ വലുതോ ഒക്കെ ആക്കി ബോൾസാക്കി എടുക്കാം കേട്ടോ. ഞാനൊരു അത്യാവശ്യം വലുപ്പത്തിലാണ് ബോൾസാക്കി എടുക്കുന്നത്. ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലവണ്ണം ചൂടായതിന് ശേഷമാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം.
അപ്പോൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അത് ഞാൻ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.